Good evening. Mind Watchലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചിന്തയെക്കുറിച്ചാണ്. ചിന്ത ഒരു രോഗമാകുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചാണ്. ചർച്ചയ്ക്ക് നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷ് ആണ്. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ഡോക്ടർ, ചിന്ത പൊതുവെ എല്ലാവരിലും ചിന്ത കണ്ടുവരുന്ന നോർമലാണല്ലോ അത്. അതൊരു രോഗാവസ്ഥയിലേക്ക് മാറുന്നത് എപ്പോഴാണെന്നുള്ളതിനെ കുറിച്ച് മാനസികാരോഗ്യം ചിന്തയും തമ്മിലുള്ള ബന്ധം അതെ വളരെ പ്രസക്തമാണ്. അതിലുപരി പൊതുവേ നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ വീണ്ടും ചിന്തിക്കുകയാണ്. ഒരുപക്ഷെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് അവൻ്റെ ചിന്തകളിലും വിശ്വാസങ്ങളിലും. നമ്മുടെ തോട്ട്സിലും ബിലീഫ്സിലുമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ അസംഷൻ, ധാരണകൾ. ഒരുപക്ഷെ നമ്മുടെ വികാരങ്ങളൊക്കെയും നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെയും യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നേക്കാൾ കൂടുതലായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മൾ ചിന്തിക്കുന്നത്. സ്വാതിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്, യു ആർ എ ഗുഡ് ഫ്രണ്ട് എന്ന് ചിന്തിച്ചാൽ ഐ വിൽ ഹാവ് എ പോസിറ്റീവ് ഇമോഷൻ, ഒരു പോസിറ്റീവ് ആയിരിക്കും. സ്വാതി എനിക്ക് പണിയും എന്ന് ചിന്തിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാരണം കൂടാതെ എനിക്ക് സംശയവും നെഗറ്റീവും എനിക്ക് സംശയരോഗമൊക്കെ ഉണ്ടാവാം. എന്തിനാണ് സ്വാതി ഇവിടെ ആങ്കർ ചെയ്യാൻ വരുന്നത്, എനിക്കിട്ട് പണിയാനാണെന്നോ. അപ്പം ഇത് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ചിന്തയായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും മാനസികാരോഗ്യ മേഖലയിൽ നോക്കുന്ന അവസരത്തിലും ചിന്തയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ മാനസികാരോഗ്യം വളരെ കൂടുതൽ, വളരെ പ്രസക്തമാണ്, വളരെ സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്, ഇപ്പോൾ മെൻ്റൽ ഹെൽത്തിൻ്റെ മേഖലയിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഒബ്സഷൻ, മറ്റൊന്ന് ഡെലൂഷൻ. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ ഈ വലിയച്ഛൻ, വലിയമ്മ, പിന്നെ അവർക്ക് രണ്ട് കുട്ടികൾ, ഒരു പിന്നെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു ലേഡി, പിന്നെ അതിൻ്റെ അനുജൻ, ഇത്രയും പേര് അവിടെയുണ്ട്. അവിടെ 4 പേരാണ്, ഇവിടെ 4 പേരുണ്ട്. അപ്പോൾ ഇയാൾക്ക് തോന്നുന്നത്, ഇയാൾക്ക് ശക്തമായിട്ട് ഇയാൾ പറയുന്നു എന്ന് പറഞ്ഞാൽ തോന്നുന്നല്ല, പറയുന്നത് എൻ്റെ അമ്മ എന്ന് പറയുന്നത് മറ്റേതാണ്, എൻ്റെ അച്ഛനും ആ വ്യക്തിയും തമ്മിൽ, മറ്റു അമ്മയും തമ്മിലുണ്ടായ ബന്ധത്തിൽ നിന്ന് ജനിച്ചതാണ് ഞാൻ. അപ്പോൾ ഇത് ഇങ്ങനെ പറയാൻ തുടങ്ങിയ അവസരത്തിൽ വീട്ടുകാർക്ക് ഭയങ്കര പ്രശ്നമായി, കാരണം ഭയങ്കര കുഴപ്പമായി. എന്നിട്ട് ഇയാൾ പറയുന്നു, പിന്നെ ഇത് ഉറപ്പായിട്ടും അങ്ങനെയാണ്, നിങ്ങൾ എന്തിനാ ഇത്രയും കാലം എന്നെ പറ്റിക്കുന്നത്, എന്നെ ഇത്രയും കാലം നിങ്ങൾ കളിപ്പിക്കുക ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ അങ്ങനെയല്ലത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി അയാൾക്ക് ഒരു എന്താ പറയുക സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അയാൾക്കുണ്ടാവുന്നത്, അസഹനീയമായ അവസ്ഥ. അങ്ങനെ അതെല്ലാം ഇവർ പറയുന്നത് മാക്സിമം പറഞ്ഞു നോക്കി, ഗ്രാൻഡ് പാരൻസ് പറഞ്ഞു നോക്കി, റിലേറ്റീവ്സൊക്കെ പറഞ്ഞു നോക്കി, ഒരു രക്ഷയല്ല. അപ്പോൾ ഇയാൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എൻ്റെ അമ്മ മറ്റേ അമ്മയാണ്, എൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധത്തിലുണ്ടായതാണ് ഞാൻ, എൻ്റെ അമ്മയല്ലത്. അപ്പോൾ ഇത് ഇയാൾ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കാൻ തുടങ്ങി, ഈ നിലയ്ക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ കാരണം ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ആ സിസ്റ്ററുമായിട്ടാണ്. അപ്പം എൻ്റെ ബ്രദർ യഥാർത്ഥത്തിൽ എൻ്റെ ബ്രദറല്ല, എൻ്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ മറ്റേ സിസ്റ്ററാണ്. ആ സിസ്റ്റർ എന്ന് പറഞ്ഞാലും ആ അമ്മയിൽ എൻ്റെ അച്ഛനും ജനിച്ചതാണ് ആ സിസ്റ്റർ, എന്നെ പോലെ തന്നെ. അപ്പോൾ ഞാനും ആ സിസ്റ്ററുമാണ് യഥാർത്ഥത്തിലുള്ള കസിൻസ് അല്ല, ശരിക്കും സിബ്ലിങ്സ് ഇവരാണ്, ബ്രദറും സിസ്റ്റർ ഇവരാണ്, മറ്റവരല്ല എന്ന സ്ട്രോങ് ആയിട്ടുള്ള ചിന്ത അങ്ങനെ വന്നു. അപ്പം ഇവർ ഒരുപാട് നോക്കി. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം അവർ നേരത്തെ പോയപ്പോഴും സംസാരിച്ചപ്പം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, വൈ ഡു യു തിങ്ക് സോ, എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ കാരണം. അപ്പോൾ അയാൾ പറയുന്നത് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ചേച്ചിയോടാണ്, എൻ്റെ ബ്രദറിനോട് തോന്നുന്നില്ല. മാത്രമല്ല എൻ്റെ ബ്രദറിനും എന്നോടങ്ങനെ വലിയ ഇഷ്ടം തോന്നുന്നില്ല. എൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ ഉപദേശിക്കുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും വൈകാരിക പ്രശ്നങ്ങൾ നോക്കുന്നതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റൈറ്റ്. അപ്പോൾ ഇയാൾ ചിന്തിക്കുന്നതും ഇയാൾ പറയുന്നതും ചിന്തിക്കുന്നതായിട്ട്, കാരണം എൻ്റെ തെളിവെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നുന്ന സിസ്റ്ററോടാണ്. അപ്പോൾ ആ സിസ്റ്റർ ആ അമ്മയിലും എൻ്റെ അച്ഛനും ജനിച്ചതാണ്, ഞാനും എൻ്റെ ഈ അച്ഛനെന്ന് പറയുന്നതിൽ ആ അമ്മയിലും ജനിച്ചതാണ്. അപ്പോൾ ഇതൊരു വളരെ സ്ട്രോങ് വിഷയമായിട്ട് മാറി. ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ചർച്ച ചെയ്തു, പക്ഷെ ആർക്കും അത് സ്വീകാര്യമല്ല. അങ്ങനെ ഒരു സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വീട്ടുകാർക്ക് മാറ്റും. യുക്തിരഹിതമാണല്ലോ. യുക്തിരഹിതമൊന്നുമില്ല, ഇവർ മറ്റുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ആൾക്കാർക്ക്, അങ്ങനെ നാട്ടുകാർക്ക് പറഞ്ഞുണ്ടാക്കുക, ഒരുപാട് മോറൽ സൈഡ്, ബന്ധുക്കളൊക്കെ കഥയുണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളായിട്ട് മാറി. ഇങ്ങനെ വന്ന അവസ്ഥയിലാണ് ഇവർ ഈ മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെയും ഇവർ രണ്ടുപേരും ഈ സൈക്കാട്രിക് ടീം പരിശോധിക്കുന്ന അവസരത്തിൽ ഡെലൂഷനാണ് നമുക്ക് വിളിക്കാൻ പറ്റും. ഫാൾസ് അൺഷേക്കബിൾ ബിലീഫ് വിച്ച് ഈസ് മോർബിഡ് ഇൻ ഒറിജിൻ, നോട്ട് കൺസിസ്റ്റൻറ്റ് വിത്ത് ഓൺ സോഷ്യോ കൾച്ചറൽ മിലിയു, ചുറ്റുപാടുമായി യോജിക്കാത്ത, പിന്നെ യുക്തി കൊണ്ട് ചോദ്യം ചെയ്താൽ മാറാത്ത രോഗകരമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളെയാണ് നമ്മൾ ഡെലൂഷൻ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ആ നിലയ്ക്ക് നിൽക്കുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം അങ്ങനെ ചിന്തിച്ച് അതിനുള്ള മരുന്ന് കൊടുത്ത് 1-2 മാസമായിട്ടും അബ്സല്യൂട്ട്ലി നോ ചേഞ്ച്. ഈ ചേഞ്ചില്ലായിരിക്കുന്ന സമയത്താണ് ഇയാളെ എൻ്റെ അടുത്ത് വന്നത്. ഞാനിങ്ങനെ സംസാരിച്ചിങ്ങനെ പോകുന്ന അവസരത്തിൽ ഇയാളുടെ ചില പ്രത്യേകതകളോട് എനിക്ക് പഠിക്കാൻ സാധിച്ചു. അപ്പോൾ ഇയാളെ ഫസ്റ്റ് ഡേയിൽ വന്ന് സംസാരിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളെ സംസാരിക്കുന്നു, ബട്ട് ഈസ് നോട്ട് വെരി ഓപ്പൺ. അത്ര ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല. കുറച്ചൊക്കെ പറയുന്നു, ബട്ട് നോട്ട് ഓപ്പൺ, വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല. വീണ്ടും സംസാരം ഇങ്ങനെ കൂടി വന്നു, കാര്യങ്ങളിലേക്ക് കടന്നു, കുറച്ചുകൂടി ഒരു വ്യക്തിബന്ധം ഉണ്ടാക്കി. നമ്മൾ റാപ്പോ എന്ന് വിളിക്കും, വൈകാരികമായ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. അങ്ങനെ ഒരു വ്യക്തിബന്ധം ഉണ്ടാക്കി വീണ്ടും സംസാരിച്ച് വന്നപ്പോൾ അടുത്ത ദിവസം അയാളിങ്ങനെ പറയാൻ തുടങ്ങി 2 കാര്യങ്ങൾ. ഒന്ന്, അയാൾ പറഞ്ഞത് അയാൾക്ക് ഈ പ്രായത്തിൻ്റെതായ വിധത്തിൽ തന്നെയുള്ള ലൈംഗിക താല്പര്യം വളരെ കൂടുതലാണ്. ഒന്ന്, ബട്ട് ലൈംഗിക താല്പര്യവും റൊമാൻസൊക്കെ വളരെ കൂടുതലാണെങ്കിലും പൊതുസമൂഹത്തിലുള്ള കോളേജിലോ അല്ലെങ്കിൽ മറ്റടുത്ത സുഹൃത്തുക്കളുമായിട്ടൊക്കെ തന്നെ ഡേറ്റിങ്ങോ അല്ലെങ്കിൽ അടുത്ത് ഇടപഴകാനോ പെൺകുട്ടികളായിട്ട് സംസാരിക്കാനോ ഉള്ള സ്കില്ല് തീരെയില്ല.